സ്വാഗതം ശ്രീ ധനുഷേ. ഇത് യൂട്യൂബർമാരുടെ കാലമാണ്. നല്ലതാണ്. ഓരോരുത്തർ അവരവരുടേതായ രീതിയിൽ കഴിവ് പ്രകടിപ്പിക്കുന്നു, അതിലൂടെ ലോകമെന്താണെന്നൊക്കെ അറിയുന്നു. പക്ഷേ ഇതിൻ്റെ പിന്നിൽ പലപ്പോഴും ചിലരൊക്കെ ഇതിനെ ദുരുപയോഗം ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. പല വിചിത്രമായ പേരുകളിലൊക്കെ യൂട്യൂബർമാരുണ്ടല്ലോ. ഇപ്പോൾ തൊപ്പി, ആ തൊപ്പിക്കാരൻ ഇപ്പോൾ പിടിപെട്ടിരിക്കുന്നത് ഈ ലഹരി വസ്തുക്കൾ ശേഖരിച്ചിരിക്കുന്നു അല്ലെങ്കിൽ കണ്ടെത്തിയിരിക്കുന്നു അദ്ദേഹത്തിൽ നിന്ന്. അത്തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സമൂഹത്തിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ എന്നുള്ള രീതിയിൽ ഇറങ്ങിയവർ സമൂഹത്തിനൊരു വിപത്തായി മാറുകയല്ലേ ചെയ്യുന്നത്? 100%. അതായത് തൊപ്പി എന്ന് പറയുന്ന യൂട്യൂബർ ഈ കൊച്ചുകുട്ടികൾക്കിടയിൽ വലിയ വിപ്ലവം സൃഷ്ടിച്ചു എന്ന് അവകാശപ്പെടുന്ന ഒരു യൂട്യൂബറാണ്. തൊപ്പി എന്ന് പറയുന്ന യൂട്യൂബർ, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് നിഹാദ് എന്നാണ്. നിഹാദ് ആ പേര് പറഞ്ഞാൽ അറിയത്തില്ല. ആ പേര് പറഞ്ഞാൽ കൊച്ചുകുട്ടികൾക്ക് പോലും അദ്ദേഹത്തെ അറിയില്ല. അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു രൂപശൈലിയും തലമുടിയുടെ ആ ഒരു തലമുടിയുടെ ഒരു പ്രത്യേക ശൈലിയിലുള്ള ഒരു രൂപമാറ്റവും ഇതൊക്കെ കൊച്ചുകുട്ടികളെ വളരെയധികം ആകർഷിക്കുന്നുണ്ട്. പോരാത്തതിന് അദ്ദേഹത്തിൻ്റെ വേറൊരു ശൈലിയാണ് കൊച്ചുകുട്ടികളെ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിലേക്ക് ആകൃഷ്ടനാകാനുള്ള ശൈലി എന്ന് പറയുന്നത്, വാ തുറന്നാൽ അദ്ദേഹം അസഭ്യമായിട്ടുള്ള വാക്കുകൾ മാത്രമേ സംസാരിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അസഭ്യമായിട്ടുള്ള വാക്കുകൾ മാത്രമാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഇതാണ് കൊച്ചുകുട്ടികളെ ഏറ്റവും അധികം ആകർഷനാവുന്നത്. ഗെയിമിംഗ് യൂട്യൂബ് ചാനലാണ് അദ്ദേഹം നടത്തുന്നത്. സ്വാഭാവികമായിട്ടും ഗെയിം കളിക്കുന്നത് 10ാം ക്ലാസ് വരെ, +1 +2 ഇങ്ങനെയുള്ള ലെവലിലുള്ള കുട്ടികളായിരിക്കും. അദ്ദേഹത്തിൻ്റെ വലിയ ഫാൻസാണ് ആ കുട്ടികൾ. അതുകൊണ്ട് തന്നെ തൊപ്പി സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം ഒട്ടും ഉചിതമല്ല എന്നുള്ള ഒരു നിലപാടുള്ള ഒരാളാണ് ഞാൻ. പോരാത്തതിന് ലൈംഗികതയുടെ അതിപ്രസരം, അദ്ദേഹത്തിൻ്റെ സംസാരത്തിലും അദ്ദേഹത്തിൻ്റെ ചെയ്തികളിലും അദ്ദേഹത്തിൻ്റെ ചേഷ്ടകളിലുമെല്ലാം ലൈംഗികതയുടെ അമിതമായിട്ടുള്ള അതിപ്രസരമുണ്ട് എന്നുള്ളത് വേറൊരു കാര്യം. ഈ ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ മുടി മുറിക്കുകയുണ്ടായി. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, ഞാൻ നന്നായി. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അദ്ദേഹത്തെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. കാരണം അദ്ദേഹത്തിൻ്റെ കുടുംബം അദ്ദേഹം ഇങ്ങനെ അസാൻമാർഗികമായിട്ടുള്ള മാർഗത്തിലൂടെ ചരിക്കുന്നു എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ അദ്ദേഹത്തെ ഒഴിവാക്കി വിടാനുള്ള ശ്രമമാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം പലപ്പോഴും. ഇത്രയുണ്ടായിട്ടും കുട്ടികളുടെ ഇടയിൽ ജനപ്രീതി നേടിയിട്ടുണ്ട്. കാരണം കൊച്ചുകുട്ടികൾ അങ്ങനെയാണല്ലോ. കയ്യിലൊരു സ്വർണ്ണവും അപ്പുറത്തെ കയ്യിലൊരു മുട്ടായും എടുത്ത് വെച്ച് കൊടുത്താൽ കൊച്ചുകുട്ടികൾ ഒരിക്കലും സ്വർണ്ണം എടുക്കില്ല, മുട്ടായി അവർ എടുക്കാറുള്ളൂ. അവർക്ക് അത്രമാത്രമുള്ള ഒരു ബോധമണ്ഡലം മാത്രമേ അവർക്ക് വികസിച്ചിട്ടുള്ളൂ എന്നാണ് നമ്മൾ അതിലൂടെ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ കൊച്ചുകുട്ടികൾ തൊപ്പിയുടെ ഈ ഇത്തരത്തിലുള്ള ചേഷ്ടകളും ഇത്തരത്തിലുള്ള വലിയ സമൂഹ മാധ്യമങ്ങളിൽ വന്ന് സകല ആൾക്കാരെയും വെല്ലുവിളിക്കുന്നു, ലൈംഗികതയെക്കുറിച്ച് അതിവാചാലനാകുന്നു തൊപ്പി. പോരാത്തതിന് വലിയ രീതിയിൽ സ്ത്രീകളെ അധിക്ഷേപിക്കുന്നു. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ അവർക്കൊരു ഫാൻറ്റസി, കൊച്ചുകുട്ടികൾക്കും ഒരു ഫാൻറ്റസി. അതായത് കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തങ്ങൾ ഇത്രയും വലിയൊരു ഫ്രീഡത്തിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ പഠിപ്പിക്കുന്ന ഒരു ആളാണ് ഈ തൊപ്പി എന്ന് പറയുന്നത്. അദ്ദേഹത്തിനെതിരെ സമൂഹ മാധ്യമങ്ങളിലടക്കം പലപ്പോഴും വിമർശനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഒരിക്കൽ കേരള പോലീസ് അദ്ദേഹത്തെ പിടികൂടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട് പൊളിച്ചാണ് കേരള പോലീസ് അദ്ദേഹത്തെ പിടികൂടിയത്. അന്ന് വലിയ വാർത്തയായിരുന്നു അതെന്ന് പറയുന്നത്. ഇപ്പോൾ തൊപ്പി തൻ്റെ തലമുടിയൊക്കെ മുറിച്ചിട്ട് അദ്ദേഹം ഒരു കുമ്പസാരം എന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞത്, യഥാർത്ഥത്തിൽ ഞാൻ തലമുടി മുറിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് വീട്ടുകാരുടെ സപ്പോർട്ട് എനിക്കില്ലാത്തത് കൊണ്ടാണ്. വീട്ടുകാരുടെ പിന്തുണ ഇല്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. നമ്മുടെ എന്തൊക്കെ പറഞ്ഞാലും ജീവിതാവസാനത്തിൽ നമ്മുടെ വീട്ടുകാർ മാത്രമേ നമുക്കൊപ്പം ഉണ്ടാകൂ എന്ന തിരിച്ചറിവ്, ആ ബോധം എനിക്കിപ്പോൾ ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് വീട്ടുകാരുടെ ആ ഒരു പിന്തുണ എനിക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് തൊപ്പി തൻ്റെ തലമുടി മുറിച്ചത്. അപ്പോൾ എല്ലാവരും വിചാരിച്ചു തൊപ്പി നന്നായെന്ന്. പക്ഷേ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം തൊപ്പിയുടെ പാലാരിവട്ടത്തെ തൊപ്പിയുടെ അപ്പാർട്ട്മെൻറ്റിൽ നിന്നും രാസലഹരിയായിട്ടുള്ള മീഡിയം ക്വാണ്ടിറ്റിയിലുള്ള MDMA പിടികൂടിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പാലാരിവട്ടത്തെ വീട്ടിൽ പോലീസ് റെയ്ഡ് നടത്തിയിരിക്കുന്നു. ഒരാഴ്ച മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ തമ്മനത്തെ വീട്ടിൽ രാസലഹരി ഉപയോഗം ഉണ്ടായിരുന്നു എന്നുള്ള ആരോപണങ്ങൾ ഉയർന്നു. അതേ തുടർന്നാണ് കേരള പോലീസ് റെയ്ഡ് നടത്തിയത്. അതിൽ അദ്ദേഹത്തിൻ്റെ ഡ്രൈവറിൽ നിന്നാണ് ആദ്യം ഇത് കണ്ടെത്തുന്നത്, രാസലഹരി കണ്ടെത്തുന്നത്. മീഡിയം ക്വാണ്ടിറ്റി അളവിലുള്ള MDMA. ഡ്രൈവറായിട്ടുള്ള ജാഫറാണോ ജദ്ദാറാണോ അങ്ങനെ എന്തോണ് അദ്ദേഹത്തിൻ്റെ പേര് കൃത്യമായിട്ട് എനിക്ക് വ്യക്തമല്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഡ്രൈവറിൻ്റെ ഭാഗത്തു നിന്നാണ് കണ്ടെത്തുന്നത്. ഈ ഡ്രൈവർ എന്ന് പറയുന്നത് ആ ഏരിയയിലെ പ്രമുഖനായിട്ടുള്ള ഒരു രാസലഹരിയുടെ വിൽപ്പനക്കാരനാണ് എന്നാണ് FIRൽ കേരള പോലീസ് പറയുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. FIRൽ കേരള പോലീസ് ഇത് മാത്രമല്ല പറയുന്നത്. FIRൽ ഇതിൽ 8 പേരാണ് ആ അപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിരുന്നത്. പക്ഷേ 3 പേർക്കെതിരെ മാത്രമേ കേരള പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ എന്നുള്ളതും നമുക്ക്
നമുക്ക് വളരെ കൗതുകത്തോടെ മാത്രം വീക്ഷിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. തൊപ്പി എന്ന് പറയുന്ന നിഹാദിനെതിരെ യഥാർത്ഥത്തിൽ കേസ് കേരള പോലീസ് ചാർജ് ചെയ്തിട്ടില്ല. ഇനി കേരള പോലീസ് കേസ് ചാർജ് ചെയ്യാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് തന്നെ, കാരണം തൊപ്പി ഇവരുമൊക്കെ ആയിട്ടാണ് സമ്പർക്കമുള്ളത്. തൊപ്പി അപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ 3 പെൺസുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. ഈ 3 പെൺസുഹൃത്തുക്കളും ഇവരെല്ലാവരും ഒരുമിച്ചിരുന്ന് ലഹരി ഉപയോഗിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ അവർ 3 പേരും ഒരുമിച്ചിരുന്ന് ലഹരി ഉപയോഗിച്ചു. 8 പേര് മൊത്തത്തിലുണ്ടായിരുന്നു. അതിൽ 3 പെൺസുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. ഇതിൽ 3 പേർക്കെതിരെ മാത്രമേ കേസെടുത്തിട്ടുള്ളൂ. പെൺസുഹൃത്തുക്കളെയും തൊപ്പിയുടേതല്ലേ? അപ്പാർട്ട്മെന്റ് തൊപ്പിയുടേതാണ്. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും തൊപ്പിക്കെതിരെയും കേസ് എടുക്കേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ തൊപ്പിക്കെതിരെ കേസ് എടുത്തിട്ടില്ല. അതെന്താണെന്ന് അറിയില്ല. പക്ഷേ കേരള പോലീസ് പറയുന്നത് തൊപ്പിക്കെതിരെ കേസ് എടുക്കും. ഇത് കേട്ട ഉടനെ തൊപ്പി ഒളിവിൽ പോയിരിക്കുകയാണ്. ഒളിവിൽ പോയി എറണാകുളത്തുള്ള കോടതിയിൽ അദ്ദേഹം ജാമ്യത്തിനായിട്ട് ഇപ്പോൾ അപേക്ഷിച്ചിരിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അദ്ദേഹം 8 പേര് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി അദ്ദേഹം ജാമ്യാപേക്ഷ കൊടുത്തിട്ടുണ്ട്. ജാമ്യാപേക്ഷയിൽ അദ്ദേഹം പറയുന്ന കാര്യമെന്ന് പറയുന്നത് തനിക്കിതുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല, താൻ നിരപരാധിയാണ് എന്നുള്ളതാണ് അദ്ദേഹം ജാമ്യാപേക്ഷയിൽ പറയുന്നത്. 3 പേർ 8 പേരുള്ളതിൽ 3 പേരെ പ്രതി ചേർത്തിട്ടുണ്ടെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. ആ 3 പേരെന്ന് പറയുന്നത് മുഹ്സിബ്, സുഹൈൽ, ജാദിർ എന്ന് പറയുന്ന 3 ആൾക്കാരാണ്. ഇവർ 3 പേരും ആ പ്രദേശത്തെ പ്രമുഖരായിട്ടുള്ള മയക്കുമരുന്ന് കച്ചവടക്കാരാണ്, വിൽപ്പനക്കാരാണെന്ന റിപ്പോർട്ടുകളാണ് എഫ്ഐആർ റിപ്പോർട്ടാണ് പുറത്ത് വന്നിട്ടുള്ളത്. പക്ഷേ തൊപ്പിക്കെതിരെ ഇതുവരെ കേസെടുത്തിട്ടില്ല എന്നുള്ളതാണ്. കേസെടുത്താലോ എന്ന ഭയന്നാണ് ഇപ്പോൾ തൊപ്പി ജാമ്യാപേക്ഷയ്ക്ക് മുൻകൂർ ജാമ്യത്തിനായിട്ട് മൂവ് ചെയ്തിരിക്കുന്നത്. തൊപ്പി മാത്രമല്ല, കൂടെയുള്ള 5 പേരും മുൻകൂർ ജാമ്യത്തിനായി നീങ്ങിയിട്ടുണ്ടെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്ത് വരുന്നത്. അത് മാത്രമല്ല, ഈ മുൻകൂർ ജാമ്യാപേക്ഷ തൊപ്പിയുടേത് നാളെ പരിഗണിക്കും എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. സ്വാഭാവികമായിട്ടും കോടതി എന്ത് നിലപാട് സ്വീകരിക്കും, ജാമ്യം കൊടുക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യമാണ് ഉറ്റുനോക്കുന്നത്. ജാമ്യം ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് പല അഭിഭാഷകരും പറയുന്നത്. എന്ന് തന്നെയായിരുന്നാലും തൊപ്പി എന്ന് പറയുന്ന വ്യക്തിയുടെ യഥാർത്ഥത്തിലുള്ള മുഖം ഇതോടുകൂടി പുറത്തു വന്നിരിക്കുകയാണ്. ഇതുവരെ മയക്കുമരുന്ന്, രാസലഹരി കേസ് ഒന്നുമാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ഇല്ലാതിരുന്നത്. അദ്ദേഹം തെറി പറയും, അദ്ദേഹം സ്ത്രീകളെ ലൈംഗികമായിട്ട് അധിക്ഷേപിക്കും, അദ്ദേഹം ബോഡി ഷേവിങ് ചെയ്യും, അദ്ദേഹം കുട്ടികളെ വഴിതെറ്റിക്കും, അദ്ദേഹത്തെ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളില്ല, അദ്ദേഹം നിരീശ്വരവാദിയാണ്, അദ്ദേഹത്തിൻ്റെ മതത്തെ തന്നെ, അതായത് ഇസ്ലാം എന്ന് പറയുന്ന മതത്തെ തന്നെ നിശിതമായിട്ട് വിമർശിക്കുന്നുണ്ട്. ആ മതമാണ് എൻ്റെ ജീവിതം തകർത്തതെന്ന് പറയുന്നുണ്ട്. വീട്ടുകാർ കൊച്ചിലെ എന്നെ ഇസ്ലാമിൻ്റെ ചട്ടക്കൂടിൽപ്പെടുത്തി എന്നെ അകത്ത് അടച്ചിട്ട് ഒരു സ്വാതന്ത്ര്യവും തന്നില്ല, അതിൽ നിന്നാണ് ഞാൻ ഇങ്ങനെയായി മാറിയത്, അതാണ് ഇപ്പോൾ കാണുന്ന തൊപ്പി എന്നാണ് അദ്ദേഹം പണ്ട് വിളിച്ച് പറഞ്ഞിരുന്നത്. എൻ്റെ ജീവിതം തകർത്തത് എൻ്റെ വീട്ടുകാരാണെന്നൊക്കെ പറഞ്ഞിരുന്ന തൊപ്പിക്കെതിരെ ഇപ്പോൾ മയക്കുമരുന്ന് കേസ് വന്നിരിക്കുകയാണ്. അപ്പോൾ ആ കേസ് മാത്രമാണ് അദ്ദേഹത്തിനെതിരെ ഇല്ലാതിരുന്നത്. ഈ മയക്കുമരുന്ന് കേസ് കൂടെ തൊപ്പിക്കെതിരെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പതനം ഏകദേശം പൂർത്തിയായി എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം സമൂഹം എത്രയൊക്കെ പറഞ്ഞാലും തൊപ്പി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ സമൂഹത്തിന് ഒരു ചെറിയൊരു ലാളന തൊപ്പിയോടുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മുതിർന്ന ആൾക്കാർക്കല്ല, ഈ കൊച്ചുകുട്ടികളടക്കമുള്ള കൊച്ചുകുട്ടികളുടെ മാതാപിതാക്കളും തൊപ്പിയുടെ വീഡിയോസൊക്കെ അവർ കാണുമ്പോൾ അങ്ങനെയാണെങ്കിൽ വിലക്കണമായിരുന്നു. അപ്പോൾ ഇനി തൊപ്പിയുടെ വീഡിയോസ് കൊച്ചുകുട്ടികൾ കാണുമ്പോൾ മാതാപിതാക്കൾ വിലക്കിയേ മതിയാവും. കാരണം മയക്കുമരുന്ന് എന്ന് പറഞ്ഞത് സമൂഹത്തിന് ആപത്താണ്, അത് നമ്മുടെ ജീവിതത്തിന് ആപത്താണ്, അത് ഈ ഭൂമിക്ക് തന്നെ ആപത്താണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. മോശപ്പെട്ട സന്ദേശം തന്നെയാണ് നൽകുന്നത്. ഉറപ്പായിട്ടും MDMA എന്നൊക്കെ പറയുന്നത് ഒരു തവണ നമ്മൾ ഉപയോഗിച്ചാൽ മതി, നമ്മൾ അതിന് അഡിക്റ്റായി പോകുമെന്നാണ് പറയുന്നത്. ഒരു തവണ നമ്മളത് നാക്കിൽ തൊട്ട് വെച്ചാൽ മതി, നമ്മുടെ ജീവിതം മുഴുവനായിട്ട് അത് തകർത്ത് നമ്മുടെ ജീവിതം മുഴുവൻ പടുകുഴിയിലേക്ക് വലിച്ചിടുന്നൊരു മാരകമായിട്ടുള്ള മയക്കുമരുന്നാണ് MDMA എന്ന് പറയുന്നത്. നമ്മുടെ ശാരീരികം, മാനസികം, സാമ്പത്തികം, സകല രീതിയിലുള്ള നമ്മുടെ സ്റ്റെബിലിറ്റിയും തകർത്ത് നമ്മൾ ഒരു ഭിക്ഷക്കാരൻ്റെ ഒരു തലത്തിലേക്ക് നമ്മളെ ആ മയക്കുമരുന്ന്, രാസലഹരിയാണ്, സിന്തറ്റിക് ഡ്രഗാണ്, അത് കൊണ്ടെത്തിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ പോലീസ് കൃത്യമായിട്ടുള്ള നടപടി എടുക്കണം, ശക്തമായിട്ടുള്ള നടപടികൾ പോലീസ് എടുക്കണം. അതുമായിട്ട് തന്നെയാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. ഇനി തൊപ്പിയെ കൂടെ മാത്രമേ പിടിക്കാനുള്ളൂ. തൊപ്പി ഇപ്പോൾ ഒളിവിൽ പോയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇനി ഒളിവിൽ നിന്ന് തൊപ്പി എന്ന് തിരിച്ചിറങ്ങുമെന്നറിയില്ല. നാളെ തൊപ്പിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതുമാണ്.